ചിലർ ജനിക്കുന്നത് യുദ്ധത്തിന് വേണ്ടിയല്ല, അവൻ ജനിച്ചത് ചിന്തിക്കാൻ, പ്ലാൻ ചെയ്യാൻ, ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ. അങ്ങനെ ഒരാളായിരുന്നു ഷിക്കമാരു നാര. കൊനഹയിലെ ഏറ്റവും മടിയനായ നെഞ്ച എന്ന് എല്ലാവരും വിളിച്ചു. എപ്പോഴും ഉറക്കം, എപ്പോഴും ബോറടിക്കുന്നു. പക്ഷേ ആ മന്ദമായ കണ്ണുകൾക്കുള്ളിൽ ഒളിഞ്ഞിരുന്നത് ഒരു മേഘം പോലെയല്ല ബുദ്ധി, ആയമുള്ളതും അതിരുകളില്ലാത്തതും. ഒരു നിമിഷം മതി ഷിക്കമാരുവിന് ശത്രുവിന്റെ ചലനം കാണാൻ, അവന്റെ നീക്കം വായിക്കാൻ, പിന്നെ എല്ലാം കണക്കാക്കി അത്ഭുതപ്പെടുത്തുന്ന തന്ത്രം തീർക്കാൻ. ജീവിതം ഒരു ഗെയിം പോലെ, അതാണ് അവന്റെ ചിന്ത. അവൻ പറയാറുണ്ടായിരുന്നു, എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ട്, എനിക്ക് എല്ലാം ബോറാണ്. പക്ഷെ യുദ്ധഭൂമിയിലെത്തിയാൽ ആ ബോറായ ആളാണ് എല്ലാവരെയും രക്ഷിക്കുന്നത്. ആസുമ സെൻസെ അവന് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെടൽ അവന്റെ ഹൃദയത്തിൽ ഒരു തീയായി. ആ തീ തന്നെയാണ് അവനെ യഥാർത്ഥ നേതാവാക്കി മാറ്റിയത്. എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ ഇഷ്ടമില്ല, പക്ഷെ അവന്റെ സ്വപ്നം ഞാൻ പൂർത്തിയാക്കും. ആ വാക്കുകൾ ഷിക്കമാരുന്റെ ആത്മാവിൽ ഉറച്ചുപോയി. ഷിക്കമാരു കൊനഹ വില്ലേജിലെ നാര വംശത്തിലെ ഒരു പ്രതിഭ. ചെറുപ്പം മുതൽ അവൻ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു, ജീവിതം അത്യന്തം ബുദ്ധിമുട്ടുള്ളതാണ്. ഞാൻ അനാവശ്യമായി പോരാടേണ്ട കാര്യമില്ല. എന്നാൽ വിധി ഒരിക്കലും അവനെ ശാന്തമായിരിക്കാൻ സമ്മതിച്ചില്ല. അവന്റെ ബാല്യകാലം സുഖകരമായിരുന്നു. സുഹൃത്തുക്കളായ ചോജി, ഈനോ എന്നിവരോടൊപ്പം ചെറിയ ചെറിയ സ്വപ്നങ്ങൾ കണ്ട ഒരു കുട്ടിയായിരുന്നു അവൻ. എന്നാൽ അക്കാഡമിയിൽ പരീക്ഷകൾ തുടങ്ങുമ്പോഴാണ് ലോകം അവനെ തിരിച്ചറിഞ്ഞത്. പ്രതിസന്ധികളിൽ പോലും ശാന്തമായി ചിന്തിക്കാൻ കഴിയുന്ന അവന്റെ കഴിവ് അധ്യാപകർ പോലും വിസ്മയത്തോടെ നോക്കി നിന്നു. ജൂനിയർ എക്സാമിൽ അവൻ എല്ലാവരെയും ഞെട്ടിച്ചു. അവന്റെ ഓരോ പോരാട്ടവും തന്ത്രം കൊണ്ടാണ് അവൻ വിജയിച്ചത്. ഷിക്കമാരുവിന് അപ്പോഴും വില്ലനായി വന്നത് അവന്റെ മടി തന്നെ. അവന്റെ വാക്കുകൾ ഇങ്ങനെ, എനിക്കിത് മതിയായി. ആ വാക്കുകൾ മുഴുവൻ കൊനഹയെയും ഓർമ്മിപ്പിച്ചു. ബുദ്ധി ചില സമയത്ത് ബലത്തേക്കാൾ ശക്തമാണ്. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു ആസ്മ സെൻസയുടെ മരണം. ആ ദിവസമാണ് ഷിക്കമാരു തന്റെ ജീവിതം മുഴുവൻ മാറ്റിയത്. മരിക്കുന്നതിന് മുമ്പായിട്ട് ആസ്മ അവനോടൊരു കാര്യം പറഞ്ഞു, നീ ഒരിക്കൽ വലിയൊരു നേതാവാകും ഷിക്കമാരു. ആസ്മ വീണപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞു. ഷിക്കമാരു അന്ന് വരെ ചെയ്യാത്ത കാര്യം അവൻ ചെയ്യാൻ തുടങ്ങി. തിരിച്ചടിക്ക് പ്ലാൻ ചെയ്യുക, പ്രതികാരം ചെയ്യണം. ആസ്മ സെൻസെ ഇല്ലാതാക്കിയതിന് മരണമില്ലാത്ത ഹീഡാനെ അവൻ പൂട്ടി. ഓരോ കഷ്ണമാക്കി അവൻ പൂട്ടി. അത് വെറും പ്രതികാരമല്ലായിരുന്നു, അത് തന്റെ ഗുരുവിന് നൽകിയ വാഗ്ദാനത്തിന്റെ നിറവേറ്റലായിരുന്നു. ഷിക്കമാരു ഇനി മടിയനല്ല, അവൻ നറൂട്ടോയുടെ റൈറ്റ് ഹാൻഡ് മാൻ ആയി മാറി. യുദ്ധകാലത്ത് അവന്റെ തന്ത്രങ്ങൾ ഒരുപാട് സൈന്യങ്ങളെ രക്ഷിച്ചു. അവൻ ആരെ മുന്നിലും വീയാത്തൊരു നായകനായി. പ്രതിസന്ധികളിൽ പോലും അവന്റെ കണ്ണുകളിൽ നിലനിന്നിരുന്നത് ശാന്തതയും ഉത്തരവാദിത്വവും. അവൻ മനസ്സിലാക്കിയിരുന്നു, മടിയൻ എന്ന പേര് അവനുണ്ടാകുമെന്ന്. പക്ഷെ എന്റെ ജനങ്ങൾക്കായി ഞാൻ എല്ലാം ചെയ്യും. ഇന്ന് ഷിക്കമാരു കൊനഹയിലെ ഒരു സയന്റിസ്റ്റ് അല്ല, അവനെന്ന് കൊനഹ വില്ലേജിന്റെ പോരാട്ടത്തിനുള്ള തന്ത്രങ്ങൾ മെയ്യുന്ന പോരാളി. യുദ്ധം കഴിഞ്ഞാലും അവന്റെ മനസ്സ് ഒരിക്കലും വിശ്രമിക്കൂല. കാരണം അവൻ മനസ്സിലാക്കുന്നു, ശാന്തത നിലനിർത്താൻ ചിലപ്പോൾ പോരാട്ടങ്ങൾ വേണ്ടിവരും. മടിയനെന്ന് പറഞ്ഞവർക്കായി ഷിക്കമാരു തെളിയിച്ചു, ഒരു ബുദ്ധിയുടെ നേൽക്കൊണ്ട് ഒരു യുദ്ധം ജയിക്കാനാകും. ചില സമയത്തൊക്കെ ഏറ്റവും വലിയ ശക്തി അത് ശാന്തതയാണ്.